നിന്നപ്പ ക്ഷീണിച്ചോടാ? ഞാൻ ക്ഷീണിച്ചില്ല. അപ്പച്ചനോ? ഓ കാണ്ടാ മാട് പോലെ വർക്ക് ചെയ്തിട്ടിരിക്കുക, എന്നിട്ട് എനിക്കൊരു ക്ഷീണമില്ല. പിന്നെ ഉം, ഉം. ജോയേ, ഞാൻ ആ പൂവിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് കൊന്നുക. ആ മറന്നു. മീൻകാരന്മാരും വന്നില്ല. കറി വെക്കാൻ ഒന്നുമില്ല ജോയേ. ആ കാലത്തെ വന്ന് ചിരട്ട എടുക്കുന്ന പണിയാ എനിക്ക്. അതിന്റെ ശമ്പളം മതി. കോണിയൊക്കെ എല്ലാം പോകും. ഇവനെയൊക്കെ വെച്ച് പണിയെടുത്താൽ നമ്മൾ ചിരട്ടെടുക്കും. തൊട്ടേനും പിടിച്ചനൊക്കെ കാശ് വേണം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ കുണങ്ങ് മാറും. ഓ പിന്നെ ഉണ്ടോ. ചാച്ചതിന്റെ പരുവൊന്ന് നോക്കിയേക്കണേ. ഓ കൈ ചൂട് കൂടുതലാണോ? നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ച കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ച ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. ഓ പുറത്തേക്ക് ഒഴിക്കണ്ട. നിന്നപ്പനെവിടെ? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചാച്ച.
ചിക്കൻ. ആ പിന്നെ എന്തോ വേണം. അമ്മച്ചി എങ്ങനെ? ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്തനാടി. നിങ്ങൾ എൻ്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെന്നാണ്? ആ ഗണേശ് സാറിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റീച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പരാൻ നോക്കിക്കോളൂ. എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. ആ എന്താ പറ്റാത്ത? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട തലസ്ഥാനത്ത് കാറ്റൊക്കെ പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ?